ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാലാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖ്ഹിലെ അദ്ദറസു സാമിൻ 8ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത്തശഹുദു വസ്സലാത്ത്. അപ്പം നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഈ പാഠഭാഗം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഞാൻ ട്യൂഷനും എടുക്കുന്നത് കാരണം വീഡിയോ ആണോ ചെയ്തത് ട്യൂഷനാണോ എടുത്തത് എന്നൊന്നും ഓർമ്മയില്ല. അപ്പോൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് കാണുന്നുമില്ല. ആഡ് ചെയ്യാൻ മറന്നതാണോ ഇനി വീഡിയോ എടുത്തിട്ട് ഡിലീറ്റായി പോയോ ഒന്നും ഓർമ്മയില്ല. എന്തായാലും നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. എന്താണ് അത്തശഹുദു വസ്സലാത്ത്? അത്തഹിയാത്തും സ്വലാത്തും, അതാണ്. അപ്പം നമുക്കിവിടെ ആദ്യം വരുന്നത് അത്തഹിയാത്താണ്. അപ്പം എന്താണ്? അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുലില്ല. എന്താണ് അർത്ഥം വരുന്നത്? എല്ലാ തിരുമുൽക്കാഴ്ചകളും അനുഗ്രഹങ്ങളും നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും അല്ലാഹു തആലാക്കാണ്. അടുത്തതോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആലയുടെ സലാമും റഹ്മത്തും ബർക്കത്തും നബിയെ അങ്ങേക്കുണ്ടാവട്ടെ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഞങ്ങൾക്കും സജ്ജനങ്ങളായ അടിമകൾക്കും അല്ലാഹു തആലയുടെ രക്ഷയുണ്ടാവട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തആലയല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ വിശ്വസിച്ചു പ്രഖ്യാപിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയുടെ റസൂലാണെന്ന് ഞാൻ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇത്രയാണ് അത്തഹിയാത്ത്. അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി പഠിക്കുക. അർത്ഥം മനസ്സിലാക്കി നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയാത്ത് ചൊല്ലാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് അസ്സലാത്തു അലൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണ്. ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് പറയും. സ്വലാത്തുകളിൽ ശ്രേഷ്ഠമാക്കപ്പെട്ട സ്വലാത്താണ്. നമുക്ക് നോക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ ആദരവോടെയുള്ള അനുഗ്രഹം ചെയ്യണമേ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും കുടുംബത്തിനും പ്രത്യേകം അനുഗ്രഹം ചെയ്തതുപോലെ. വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ്. ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണമേ. കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും കുടുംബത്തിനും ബർക്കത്ത് ചെയ്തതുപോലെ. ഫിൽ ആലമീന. ഇത് നീ സർവരിലും പ്രകടമാക്കുകയും നിലനിർത്തുകയും ചെയ്യണമേ. ഇന്നക ഹമീദും മജീദ്. നീ സ്തുതിക്കപ്പെട്ടവനും മഹത്വമുള്ളവനുമാണ്. സ്തുതിക്കപ്പെട്ടവനും മഹത്വമുള്ളവനുമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. എക്സാമിന് മാച്ച് ചെയ്യാൻ വരാം, അർത്ഥം എഴുതാൻ വരാം, അങ്ങനെയൊക്കെ വരാം. മനസ്സിലാക്കുക. ഇനി സ്വലാത്തിനും അത്തഹിയാത്തിനും ശേഷമുള്ള ദുആ അതാണ് വരുന്നത്. അല്ലാഹുമ്മ ഗഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു. ആണ് അല്ലാഹുവേ, ഞാൻ കഴിഞ്ഞ കാലത്ത് ചെയ്തതും ഭാവിയിൽ വന്ന് പോയേക്കാവുന്നതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു തരയണമേ. വമാ അസ്റർതു വമാ അയലൻതു വമാ അസ്റഫ്തു. അതിന് ബാക്കി അവിടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ രഹസ്യമായും പരസ്യമായും ചെയ്തതും. അപ്പോൾ അതിൻ്റെ ബാക്കി അവിടെ മേലെ ബോക്സിലും ബാക്കി വരുന്നുണ്ട്. അതിൻ്റെ ബാക്കി അസ്റഫ്തു എന്നിവിടെ വന്നതാണ്. അമിതമായി ചെയ്തതും നീ പുറത്തു തരയണമേ എന്നാണ്. ഒമാ അൻത അഅലമു ബിഹി മിന്നി. എന്നേക്കാൾ നീ അറിയുന്ന എല്ലാ പാപങ്ങളും നീ പുറത്തു തരയണമേ. അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖിറു. നീയാണ് മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും. ലാ ഇലാഹ ഇല്ലാ അൻത. നീ അല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ.
ജീവിതകാലത്തും മരണസമയത്തുമുള്ള ഫിത്നയിൽ നിന്നും മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയെ അള്ളാഹുവിൻ്റെ സലാം അങ്ങേക്കുണ്ടാവട്ടെ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. നിസ്കാരത്തിലെ അത്തഹിയാത്തും സ്വലാത്തിന് ശേഷമുള്ള ദുആവും അതാണ് വന്നത്. അപ്പോൾ അതൊക്കെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതിൽ വന്ന ചെറിയ വേർഡ്സുകളും അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങൊക്കെ മനസ്സിലാക്കുക. ഇനി നമുക്കതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. അപ്പോൾ ആദ്യം എന്താ വരുന്നത്? നഫമുൽ മഅന വനക്തുബ്. ഇത് വായിച്ചിട്ട് അർത്ഥം എഴുതണം. അപ്പോൾ അത് ബോക്സിൽ നോക്കിയിട്ട് അർത്ഥം നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. അപ്പോൾ സ്വലാത്തിന് ശേഷമുള്ള ദുആ. അപ്പോൾ അവിടെ ആദ്യത്തെ ബോക്സ് തന്നെയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. അല്ലാഹുവേ, ഞാൻ കഴിഞ്ഞ കാലത്ത് ചെയ്തതും ഭാവിയിൽ വന്നു പോയേക്കാവുന്നതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണമേ എന്നാണ്. അതിൽ തന്നെയാണ് വമാ അർസൽതു വമാ അഖർതു വമാ അസ്റർതു. അടുത്തത്, ഞാൻ രഹസ്യമായും പരസ്യമായും ചെയ്തതും അമിതമായി ചെയ്തതും നീ പുറത്തു തരണമേ. വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നേക്കാൾ നീ അറിയുന്ന എല്ലാ പാപങ്ങളും നീ പുറത്തു തരണമേ. അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖിറു, നീ ആണ് മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും പരലോക ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ തേടുന്ന ദുആ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ജീവിതകാലത്തും മരണസമയത്തുമുള്ള ഫിത്നയിൽ നിന്നും മസീഹി ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് പകർത്തുക. ഇനി ഇവിടെ ന്വായദീപ് അറബിയിലേക്ക് ആക്കാനാണ്. തിരുമുൽ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി വരുന്നത് എന്താണ്? അത്തഹിയാത്ത് എന്നാണ്. അടുത്തത് അനുഗ്രഹങ്ങൾ എന്നതിൻ്റെ എന്താണ്? അത്തഹിയാത്ത്. ഇവിടെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മുബാറക്കാത്ത്. അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മുബാറക്കാത്ത്. അപ്പോൾ അവിടെ അൽ മുബാറക്കാത്ത് എന്ന് എഴുതാം. അടുത്തതാ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാലിഹീൻ. സജ്ജനങ്ങൾ, സ്വാലിഹീൻ. അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ഇബാദില്ലാഹി, അള്ളാഹുവിൻ്റെ അടിമകൾ, ഇബാദില്ലാഹി. സുത്തിർഹൻ എന്ന് പറഞ്ഞാൽ ഹമീദ്. മഹത്വമുള്ളവൻ മജീദ്. അല്ലാഹു തആല ആദരവോടുള്ള അനുഗ്രഹം നൽകട്ടെ. അവിടെ വസല്ലല്ലാഹു, അല്ലാഹുമ്മ സല്ലി എന്നൊക്കെ എഴുതാം. ഇനി അടുത്ത ഇവിടെ നുറത്തിബ്, ഓർഡർ ശരിയാക്കാനാണ്. അപ്പോൾ നമുക്കിവിടെ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ അത് തെറ്റാതെ പാഠഭാഗത്തിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് പകർത്തി എഴുതിയാൽ മതി. അപ്പോൾ ഇത് നമ്പറൊക്കെ ഇട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്തതാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എന്ത് ചെയ്തിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് എല്ലാ ദിക്റിൻ്റെയും അർത്ഥം പഠിക്കുക, അതാണ് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യം. മാച്ച് ചെയ്യാൻ വന്നാലോ സാരം എഴുതുക, അർത്ഥം എഴുതുക എന്നൊക്കെ പറഞ്ഞ് വന്നാലൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. സുത്തിർഹനാണ് എന്നതിൻ്റെ അറബി എഴുതാന്നൊക്കെ പറയും.
അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.